നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്ക്രീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള സ്ക്രീൻ കാർഡുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു സ്ക്രീൻ കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പലരും പുറത്ത് പോയിട്ടൊക്കെ ചെയ്യിപ്പിക്കുന്നത് കാണാം, അല്ലെങ്കിൽ അത് വലിയൊരു സംഭവമുള്ള കേസാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ കാണാം. അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? നമുക്ക് തന്നെ ഇത് ഒട്ടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ഓൺലൈനിൽ നിന്നോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ പുതിയ മൊബൈൽ ഫോണൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊന്നും ചിലപ്പോൾ ആ ഒരു മൊബൈൽ ഫോണിന് അനുയോജ്യമായുള്ള സ്ക്രീൻ കാർഡുകൾ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് തന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടോ അല്ലെങ്കിൽ എവിടെ നിന്നാണോ അവൈലബിലിറ്റി ഉള്ളത് അവിടുന്ന് ഷോപ്പ് ചെയ്തിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ സിമ്പിളായിട്ട് ഒട്ടിക്കാവുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. Hello everyone, this is Fawaz. You're watching ADOPIX. വളരെ ഈസി ആയിട്ട് തന്നെ ഏത് സ്ക്രീൻ കാർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ വെറും 5 മിനിറ്റ് കൊണ്ട് ഒട്ടിക്കാവുന്നുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു മൊബൈൽ ഫോൺ എന്തായാലും നിർബന്ധമാണ്, കാരണം അതിൻ്റെ സ്ക്രീനാണല്ലോ നമുക്ക് ഒട്ടിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ M31 സാംസങ്ങിൻ്റെ M31 എന്ന് പറഞ്ഞ മോഡലാണ്. ഏതൊരു മൊബൈൽ ഫോൺ ആണെങ്കിലും ഏതൊരു മോഡലാണെന്നുണ്ടെങ്കിലും ഇതേ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. വേറെ മാറ്റങ്ങളോ അല്ലെങ്കിൽ അതിനായിട്ട് വേറെ സംഭവങ്ങളോ ഒന്നും ചെയ്യാനില്ല. പിന്നെ കർവ്ഡ് ആയുള്ള ഏതെങ്കിലും സ്ക്രീനോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് കുറച്ച് ചെറിയൊരു മാറ്റം ഉണ്ടാവുന്നുള്ളൂ. അല്ലാതെ ഇങ്ങനെയുള്ള എല്ലാ മൊബൈൽ ഫോണും ഏതൊരു ബ്രാൻഡ് ആണെങ്കിലും ഏതൊരു മോഡലാണെങ്കിലും ഇതുപോലെയാണ് ചെയ്യേണ്ടത്. പിന്നെ വേണ്ട നമ്മുടെ മൊബൈൽ ഫോണിന് അനുയോജ്യമായുള്ള സ്ക്രീൻ കാർഡാണ്. എൻ്റെ കയ്യിലുള്ള 9H സ്ക്രീൻ പ്രൊട്ടക്ടർ ആണ്. ഇതൊരു മാറ്റ് ടൈപ്പ് സ്ക്രീൻ കാർഡാണ്. അപ്പോൾ ഈ ഒരു മാറ്റ് ടൈപ്പ് എന്തിനാണ് ഉപകാരപ്പെടുക, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാനത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. നമ്മളൊക്കെ സാധാരണ ഒരു ഗ്ലോസി ടൈപ്പിലുള്ള സ്ക്രീൻ കാർഡാണ് നമ്മൾ ഉപയോഗിക്കാറ്. പക്ഷെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് മാറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം. എനിക്ക് എൻ്റെ പർപ്പസിനനുസരിച്ചുള്ളതാണ് മാറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം അൺബോക്സ് ചെയ്ത് നോക്കാം. സ്ക്രീൻ കാർഡിൻ്റെ പാക്കേജ് ഇങ്ങനെയാണ് വരുന്നത്. ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പലതും ചുമ്മാ ആണ്, വെറുതെ HD അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നത് ഇതാ സ്ക്രീൻ കാർഡാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഒരു മാറ്റ് ടൈപ്പാണ്. അത്യാവശ്യം നല്ല റിഫ്ലക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു മാറ്റാണ്. അത്ര ക്ലാരിറ്റി നമുക്ക് തോന്നില്ല കാണുന്ന സമയത്ത്. ഇപ്പോൾ കണ്ടില്ലേ, കൈയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുമ്പോൾ അത്ര ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലായിരിക്കും. പക്ഷേ ഈ ഒരു മാറ്റ് കൊണ്ട് ഒരുപാട് യൂസേജ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ഈ കവറിൽ കിട്ടുന്ന ക്ലീനിങ് വൈപ്പേഴ്സാണ്. 2 ക്ലീനിങ് വൈപ്പേഴ്സാണുള്ളത്. ഒന്നൊരു ലിക്വിഡ് ടൈപ്പിലുള്ളതും അതുപോലെ തന്നെ ഒന്ന് ഡ്രൈയും. നമുക്ക് ഇത് കൊണ്ട് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് ഇതുകൊണ്ടൊന്ന് ലാസ്റ്റായിട്ടൊരു ഫിനിഷിങ് ക്ലീനിങ് ഉണ്ടാവും. പിന്നെ ഇതിൽ വേറെ ഉള്ളത് പിന്നെ ഒരു ചെറിയൊരു ബോട്ടിൽ ഒരു ലിക്വിഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന സ്ക്രീൻ പ്രൊട്ടക്ടറിൽ ഇതുപോലുള്ള ഓയിലി ടൈപ്പ്, ഇതൊരു ലിക്വിഡാണ്, ഓയിലി ടൈപ്പ് ആയിട്ടുള്ള ലിക്വിഡാണ്. അപ്പോൾ ഇത് അതിൽ ഇൻക്ലൂഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ ഇതിൽ ബബിൾസോ കാര്യങ്ങളൊന്നും വരാതെ തന്നെ അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സ്ക്രീൻ കാർഡ് വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്നത്, ഇതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കുക. മൊബൈൽ ഫോൺ എടുത്തതിന് ശേഷം നിങ്ങൾ ഇതിലുള്ള ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ക്ലോത്ത് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഈ ക്ലോത്ത് കുറച്ച് നനഞ്ഞിട്ടായിരിക്കും. ആ ഒരു നനവാണ് ഇതിൻ്റെ ഇത് ഫുൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സ്ക്രീനിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ തന്നെ ക്ലീനായിട്ട് കറക്റ്റായിട്ട്, കാരണം നമ്മൾ ടച്ച് ചെയ്തതും ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ലിക്വിഡായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ലിക്വിഡ് കാണാം. അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും ഇതേപോലെ നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇത് നല്ല പൊടിയും കാര്യങ്ങളുള്ള ഏരിയയിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് പോയിട്ട് ഔട്ട്ഡോർ ഒന്നും പോയിട്ട് ഇതേപോലെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ നിൽക്കരുത്. നല്ല ഡസ്റ്റും കാര്യങ്ങളും കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആ എമൗണ്ട് പോയി എന്ന് തന്നെ വിചാരിക്കാം. ഇനി വേണ്ട രണ്ടാമത്തെ ഡ്രൈ എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നേരെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല, സാധാരണ ഒരു ക്ലോത്ത് പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു നനഞ്ഞിരിക്കുന്ന ഭാഗം ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്നിങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാം ഡ്രൈ ചെയ്തിട്ട് വലിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫുള്ളായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇതിലുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇങ്ങനെ ഫുള്ളായിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതാ ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, നമ്മുടെ ഓയിൽ ടൈപ്പ് ലിക്വിഡ് നിങ്ങൾ എടുത്തതിന് ശേഷം ഒന്ന് ഇങ്ങനെ പൊട്ടിക്കുക അല്ലേ. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ച് കിട്ടും. ഇനി നമ്മുടെ സെൻറ്ററിലായിട്ട് ഇത് കുറച്ചൊന്ന് ഒരു തുള്ളി ഇട്ടിക്കുക. അതേപോലെ തന്നെ സൈഡിലും എല്ലാ ഭാഗത്തായിട്ട് ഓരോ തുള്ളി ആയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്
ഈ ഒരു സ്ക്രീൻ കാർഡ് എടുക്കുക. സ്ക്രീൻ കാർഡ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. പല രീതിയിലായിരിക്കും സ്ക്രീൻ കാർഡ്സും കാര്യങ്ങളൊക്കെ വരിക. അപ്പം നിങ്ങളുടെ ഇതിനനുസരിച്ച് ചിലപ്പോൾ 2 സൈഡിലും ഉണ്ടാവും. നമുക്ക് മുകളിലേത് പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇതൊരു മാറ്റ് ടൈപ്പ് ആയതുകൊണ്ടാണ് മുകൾ ഭാഗത്തില്ലാത്തത്. കാരണം പെട്ടെന്ന് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് മുകളിൽ കവറിങ് കൊടുത്തിട്ടില്ല. താഴെയായിട്ട് അവർ കവറിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കവർ നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ അങ്ങ് റിമൂവ് ചെയ്യുക. ഇനി മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സ്ക്രീന് കാണാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ട് നമുക്ക് വെക്കാൻ സാധിക്കും. അപ്പോൾ കറക്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ഇതേപോലെ കണ്ടില്ലേ, ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്തു. ഈ ഒരു ഓയിൽ ഉള്ളത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ വെച്ചത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓയിൽ മുഖാന്തരം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വെച്ചത് കറക്റ്റാണ്. ഇപ്പോൾ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇനി ഒരു ഡ്രൈ ക്ലോത്തോ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കിങ്ങനെ ഓയിൽ ഫുള്ളായിട്ട് മൂവ് ആകുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ബബിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഓയിൽ ഉള്ളിലുള്ളത് കൊണ്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. യെസ്, അങ്ങനെ നമ്മുടെ സ്ക്രീൻ കാർഡ് പ്രൊട്ടക്ടർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കണ്ടില്ല. യാതൊരു തരത്തിലുള്ള ബബിൾസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇത്രയും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് ഈ ഒരു ലിക്വിഡ് ഉള്ളതിൻ്റെ പേരിലാണ് ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഇത്രയേ ഉള്ളൂ. ഒരു സ്ക്രീൻ കാർഡ് ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിന് ഇതേപോലെ ചെയ്യാവുന്നുള്ളൂ. വലിയ സംഭവമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് പോയി അല്ലെങ്കിൽ നമ്മുടെ പുതിയ മൊബൈൽ ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ സ്ക്രീൻ കാർഡ് ഇവിടെ ഒന്നും അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ അതുവരെ ഇങ്ങനെ കൊണ്ടു നടക്കേണ്ടെന്ന് ആവശ്യമില്ല. നമ്മൾ എവിടെ നിന്നാണോ നമ്മുടെ മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്നത്, ഓൺലൈനിലാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ എല്ലാ സ്ക്രീൻ കാർഡും ആ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം തന്നെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക. നമുക്ക് തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് സിമ്പിളായിട്ട് യാതൊരു തരത്തിലുള്ള ബബിൾസോ കാര്യങ്ങളും വരാതെ ഇതേപോലെ തന്നെ ചെയ്യാവുന്നുള്ളൂ. ഇതിന് മെയിൻ ഘടകം എന്ന് പറയുന്നത് ഈ ഒരു ഓയിലി ടൈപ്പ് ഇതാട്ടോ, ഈ ഒരു ലിക്വിഡ് ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അഥവാ എങ്ങനെ ബബിൾസോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അതിങ്ങനെ ക്ലിയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഈ ഒരു ലിക്വിഡ് കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സ്ക്രീൻ കാർഡ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതില്ലാത്തതാണെന്നുണ്ടെങ്കിലും സിമ്പിളായിട്ട് തന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പൊടിയോ കാര്യങ്ങളോ ഒന്നും ഉള്ള ഏരിയകളിൽ അല്ലെങ്കിൽ ഒരു ഓവറായിട്ട് കാറ്റടിക്കുന്ന ഏരിയകളിലൊന്നും നിങ്ങൾ പോയി ഇരുന്ന് സ്ക്രീൻ കാർഡ് ഒട്ടിക്കാതിരിക്കുക. നിങ്ങൾ സേഫായിട്ട് നിങ്ങളുടെ റൂമിൽ തന്നെ ചെന്നിട്ട് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടിക്കാവുന്നുള്ളൂ. പിന്നെ ഞാൻ ആദ്യത്തെ പറഞ്ഞിരുന്നു എൻ്റെ സ്ക്രീൻ കാർഡ് ഞാൻ മാറ്റാണ് വാങ്ങിച്ചിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഈ ഒരു മാറ്റ് അധിക പേരും യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഗ്ലോസി ടൈപ്പൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് നമുക്ക് പല സമയങ്ങളും ഉപകാരപ്പെടും. ഒന്ന്, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഓവർ ഹെഡ് ആയിട്ടായിരിക്കും വെക്കുന്നത്, അല്ലെങ്കിൽ സൈഡിലൊക്കെ വെക്കുമ്പോൾ ഈ ഒരു ലൈറ്റ് നമുക്ക് ക്യാമറയിൽ കാണും റിഫ്ലക്റ്റ് ചെയ്തിട്ട്. നമ്മളൊരു കണ്ണാടി യൂസ് ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ വരിക. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ മൊബൈൽ ഫോണിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് ഔട്ട് കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു മാറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ റിഫ്ലക്ഷൻസേ ഉണ്ടാവില്ല. അതുകൊണ്ട് കറക്റ്റ് ഔട്ട് എന്താണോ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് അത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഔട്ട്ഡോർ പോകുന്ന സമയത്ത് സൺലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ അടിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും വീഡിയോസ് കാണുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണുന്നില്ല. അത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും. പക്ഷെ മാറ്റ് സ്ക്രീൻ കാർഡ് ആണെങ്കിൽ സൺലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ യാതൊരു തരത്തിലും നമുക്ക് ഡിസ്റ്റർബിങ് ഒന്നും വരുന്നില്ല. വളരെ ഈസി ആയിട്ട് തന്നെ കറക്റ്റായിട്ട് എന്താണോ നമ്മുടെ മൊബൈൽ ഫോണിൽ അത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ റിഫ്ലക്ഷൻസ് ഒഴിവാക്കാനും പിന്നെ നമുക്കുള്ള ഉപയോഗം നമ്മുടെ ഫിംഗർ, അതുപോലെ തന്നെ എന്തെങ്കിലും വെള്ളം കാര്യങ്ങളൊക്കെ ആയി കിടക്കുക, സ്ക്രീന് വൃത്തികേടായി കിടക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മാറ്റ് ആകുമ്പോൾ എപ്പോഴും ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് നിൽക്കും. ഗ്ലോസി ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും സാധിക്കുന്നതല്ല. നല്ല റിഫ്ലക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ സ്ക്രീന് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലോസി സ്ക്രീൻ കാർഡുകൾ തന്നെ ഉപയോഗിക്കണം. പിന്നെ ഈ പറഞ്ഞ പർപ്പസ് ഒന്നും നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിലും ഗ്ലോസി യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.